വാശിയേറിയ തെരഞ്ഞെടുപ്പ് പോരാട്ടം നടക്കുന്ന മണ്ഡലമാണ് എറണാകുളം ജില്ലയിലെ തൃക്കാക്കര. കഴിഞ്ഞ 15 വർഷത്തെ UDF കുത്തക അവസാനിപ്പിക്കാൻ LDF സ്ഥാനാർത്ഥിയായി നിയോഗിച്ചിരിക്കുന്നത് CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ അഡ്വക്കേറ്റ് പുഷ്പദാസിനെയാണ്. അതേസമയം മണ്ഡലം നിലനിർത്താനുള്ള ഓട്ടത്തിലാണ് UDF സ്ഥാനാർത്ഥി ഉമാ തോമസ്. 2011 മണ്ഡലം രൂപീകൃതമായതു മുതൽ UDFനൊപ്പമാണ് തൃക്കാക്കര. മണ്ഡലത്തിലെ വികസനവുമായി ബന്ധപ്പെട്ട് അവകാശപ്പെടാൻ കാര്യമായി ഒന്നുമില്ലെങ്കിലും വോട്ടർമാർ കൈവിടില്ലെന്ന വിശ്വാസത്തിലാണ് സിറ്റിംഗ് MLAയും UDF സ്ഥാനാർത്ഥിയുമായ ഉമാ തോമസ്. ടീം UDF ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിന്ന് വളരെ നന്നായിട്ട് കൂടെയുണ്ട് എന്നുള്ളതാണ് എൻ്റെ ആത്മവിശ്വാസം. വളരെ നന്നായിട്ട് എല്ലാവരും ഊർജ്ജസ്വലരായിട്ട് ജോലി ചെയ്യുന്നു. എന്നാൽ തൃക്കാക്കരയുടെ ചരിത്രം തിരുത്താൻ സജീവമായി പ്രചാരണം തുടരുകയാണ് LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് പുഷ്പദാസ്. സംസ്ഥാനത്തൊട്ടാകെ വലിയ വികസന കുതിപ്പുണ്ടായപ്പോൾ തൃക്കാക്കരയിലെ വികസന മുരടിപ്പ് വലിയ ചർച്ചയാണ്. UDF ക്യാമ്പിൽ നിന്ന് പോലും വലിയ അമർഷം ഇക്കാര്യത്തിലുണ്ടെന്നും അഡ്വക്കേറ്റ് പുഷ്പദാസ് പറഞ്ഞു. ഞാൻ ചില ഇടങ്ങളിൽ പോകുമ്പോൾ അവർ പറയുന്നുണ്ട്, നമ്മുടെ കേരളത്തിലെ ചില മണ്ഡലങ്ങൾ പരിശോധിക്കുമ്പോൾ കിഫ്ബി ഫണ്ടടക്കം ഉപയോഗപ്പെടുത്താത്തൊരു മണ്ഡലമാണ്. അതുകൊണ്ട് LDF വന്നാൽ ഞങ്ങൾക്ക് കൂടുതൽ സാധ്യത വികസനത്തിലുണ്ടാകുമെന്ന് ജനങ്ങൾ തന്നെ സമ്മതിക്കുന്നുണ്ട്. UDF ക്യാമ്പുകളിൽ നിന്ന് തന്നെ അത്തരത്തിലുള്ള അമർഷം വരുന്നുണ്ട്. അവർ തന്നെ പറയുന്നുണ്ട്, ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് LDF ഈ മണ്ഡലത്തിൽ വരണമെന്നുള്ളത്. തൃക്കാക്കരയിൽ വോട്ട് വിഹിതം വർദ്ധിപ്പിക്കാമെന്ന പ്രതീക്ഷയിൽ NDA സ്ഥാനാർത്ഥി അഖിൽ മാരാരും പ്രചാരണ രംഗത്തുണ്ട്. കാക്കനാട്ടേക്ക് എത്തിയ വാട്ടർ മെട്രോയും കലൂരിൽ നിന്ന് കാക്കനാട്ടേക്ക് നീളുന്ന കൊച്ചി മെട്രോ 2ാം ഘട്ടവുമെല്ലാം സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന വികസന മുന്നേറ്റങ്ങളുടെ പ്രതീകങ്ങളായി നിലകൊള്ളുമ്പോൾ തൃക്കാക്കരയിലെ ജനങ്ങൾ ഇത്തവണ പുതിയ ചരിത്രം സൃഷ്ടിക്കുമോ? കാത്തിരിക്കാം തെരഞ്ഞെടുപ്പ് വരെ. തൃക്കാക്കരയിൽ നിന്നും ക്യാമറാമാൻ ബാദലിനൊപ്പം KM ഉമേഷ്, കൈരളി ന്യൂസ്.